യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 46. വ്യാജദേവന്മാരുടെ പതനം. ബേൽ മുട്ടുമടക്കുന്നു, നെബോ കുമ്പിടുന്നു. അവരുടെ വിഗ്രഹങ്ങൾ കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും മേൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ വഹിക്കുന്ന ഈ വിഗ്രഹങ്ങൾ പരീക്ഷണരായ മൃഗങ്ങൾ ചുമക്കുന്ന ഭാരം പോലെയാണ്. അവ കുനിഞ്ഞ് കുമ്പിട്ടു പോകുന്നു. അവയെ ഭാരത്തിൽ നിന്ന് രക്ഷിക്കാനാവാതെ അവരും അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യൻ? ആരോട് നീ എന്നെ തുലനം ചെയ്യും? എനിക്ക് സമനായി ആരുണ്ട്? മടിശീലയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കോലിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കാൻ സ്വർണ്ണപ്പണിക്കാരനെ അവർ കൂലി കൊടുക്കുന്നു. അതിൻ്റെ മുൻപിൽ വീണ് ആരാധിക്കുന്നു. അവർ അതിനെ ചുമലിൽ വഹിച്ചുകൊണ്ടുപോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു. അവിടെ നിന്ന് അതിന് ചലിക്കാനാവില്ല. ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരമരുളുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അതിക്രമികളെ ഓർമ്മിക്കുവിൻ. നിങ്ങൾ ഇത് അനുസ്മരിക്കുകയും മനസ്സിൽ വയ്ക്കുകയും ചെയ്യുവിൻ. പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരുവനില്ല. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ മറ്റാരുമില്ല. എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി. കിഴക്ക് നിന്ന് ഒരു ഹിംസ്ര പക്ഷിയെ ഞാൻ വിളിക്കും. എൻ്റെ അഭീഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരദേശത്ത് നിന്ന് വരുത്തും. ഞാൻ പറഞ്ഞു, അത് ചെയ്യും; തീരുമാനിച്ചു, അത് നടപ്പിലാക്കും. വിമോചനം അകലെയാണെന്ന് കരുതുന്ന മർക്കടമുഷ്ടികളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു, അത് വിദൂരത്തല്ല. ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല. ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും. പ്രിയ ദൈവജനമേ, ബാബിലോണി വാസത്തിൻ്റെ കഠിനമായ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം അന്യദേവന്മാരുടെ സ്വാധീനത്തിൽ പെട്ടുപോയ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ 46-ാമത്തെ അധ്യായത്തിലെ പ്രവചനം ഉടലെടുക്കുന്നത്. ബെൽ, നെബോ എന്നീ വിഗ്രഹങ്ങളെ ചുമരിലേറ്റുന്ന ബാബിലോണിയക്കാരെ പരിഹസിച്ചുകൊണ്ട് സൃഷ്ടാവായ ദൈവം തൻ്റെ ജനത്തെ എപ്രകാരം താങ്ങുന്നുവെന്ന് പ്രവാചകൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അസീറിയൻ ഭീഷണിക്ക് പിന്നാലെ ബാബിലോണിയൻ അടിമത്തം മുന്നിൽ കണ്ട പ്രവാചകൻ വിഗ്രഹങ്ങൾ വെറും ഭാരമാണെന്നും എന്നാൽ ദൈവം നമ്മെ വഹിക്കുന്നവനാണെന്നും ജനത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഈ ഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരമാധികാരവും അന്യദേവന്മാരുടെ നിസ്സാരതയും തുറന്നു കാട്ടാനാണ് യെശയ്യാ പ്രവാചകൻ ഈ അധ്യായത്തിലൂടെ ശ്രമിക്കുന്നത്. തൻ്റെ ജനത്തെ ഉദരം മുതൽ വാർദ്ധക്യം വരെ കാത്തുവാരി പരിപാലിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന കരുണാമയനായ ദൈവത്തെ നാം ഇവിടെ കാണുന്നു. വിഗ്രഹാരാധനയുടെ വ്യർത്ഥതയും ദൈവത്തിൻ്റെ അചഞ്ചലമായ രക്ഷാകര പദ്ധതിയുമാണ് ഈ 46-ാം അധ്യായത്തിലെ പ്രധാന സന്ദേശമായി നിലകൊള്ളുന്നത്. ബാബിലോണിൻ്റെ പതനവും പേർഷ്യൻ രാജാവായ സൈറസിലൂടെയുള്ള മോചനവും ഈ പ്രവചനത്തിൻ്റെ അക്കമിട്ടുള്ള പൂർത്തീകരണമായി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പ്രിയ ദൈവജനമേ, ദൈവഹിതം വെളിപ്പെടുത്തുന്നതിൽ യെശയ്യാ പ്രവാചകൻ കാണിക്കുന്ന ആത്മവിശ്വാസവും ധൈര്യവും ഈ അധ്യായത്തിലെ വരികളിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്. ശത്രുക്കളുടെ വിഗ്രഹങ്ങൾ മൃഗങ്ങൾക്കും കന്നുകാലികൾക്കും ഭാരമായി മാറുമ്പോൾ തൻ്റെ മക്കളെ നരച്ചതുവരെ ഒന്നുവിടാതെ താങ്ങുന്ന ദൈവത്തിൻ്റെ വാത്സല്യം പ്രവാചകൻ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. മനുഷ്യൻ നിർമ്മിച്ച വിഗ്രഹങ്ങളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ ആളുകൾ വേണം, എന്നാൽ ദൈവം നമ്മെ തേടി വരുന്നവനാണെന്ന വലിയ സത്യം പ്രവാചകൻ വിളിച്ചു പറയുന്നു. തേടി വന്ന കർത്താവ് ഇന്ന് നമ്മുടെ ചുറ്റും, നമ്മുടെ ഉള്ളിലും നമ്മുടെ സഹോദരങ്ങളിലും ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാം. പാപത്തിനും അനീതിക്കുമെതിരെയുള്ള ദൈവത്തിൻ്റെ അലംഘനീയമായ വിധി പ്രസ്താവിക്കുമ്പോഴും അനുതപിക്കുന്ന ഹൃദയങ്ങൾക്ക് അവിടുന്ന് നൽകുന്ന പ്രത്യാശ വളരെ വലുതാണ്. നീതി അകലെയല്ലെന്നും അവിടുത്തെ രക്ഷ താമസിയാതെ വരുമെന്നും ഉറപ്പിച്ചു പറയുന്ന യെശയ്യാ പ്രവാചകൻ്റെ വാക്കുകൾ ദൈവജനത്തിന് വലിയ ആശ്വാസമാണ് പകരുന്നത്. വരാനിരിക്കുന്ന ക്ലേശങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുമ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ അടിയുറച്ച് വിശ്വസിക്കാൻ പ്രവാചകൻ ജനത്തെ പ്രേരിപ്പിക്കുന്നു. ഓരോ പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടാകും എന്ന ആ വലിയ ഉറപ്പാണ് പ്രവാചകൻ്റെ വാക്കുകളെ ജീവസുറ്റതാക്കുന്നത്.
സമകാലിക ലോകത്ത് നമ്മൾ കെട്ടിപ്പടുക്കുന്ന പണത്തിൻ്റെയും പ്രശസ്തിയുടെയും വിഗ്രഹങ്ങൾ, അഹങ്കാരത്തിൻ്റെയും ലൗകിക ജഡിക മോഹങ്ങളുടെയും വിഗ്രഹങ്ങൾ ജീവിതഭാരമായി മാറുമ്പോൾ ഏശയ്യാ പ്രവാചകൻ്റെ ഈ സന്ദേശം ഏറെ പ്രസക്തമാണ്. നമ്മളുണ്ടാക്കിയ വിഗ്രഹങ്ങൾ നമ്മെ രക്ഷിക്കുകയില്ലെന്നും മറിച്ച് അവ നമുക്ക് വലിയ ഉത്തരവാദിത്വവും തലവേദനയുമായി മാറുമെന്നും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഭയക്കുന്നവർക്ക് നരച്ച പ്രായം വരെയും ഞാൻ നിന്നെ വഹിക്കും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം വലിയ കരുത്താണ് നൽകുന്നത്. ഈ ലോകത്തിലെ തിന്മകൾക്കും അനീതികൾക്കും മേൽ ദൈവത്തിൻ്റെ തീർപ്പുകൾ ഉണ്ടാകുമെന്നും അവിടുത്തെ പദ്ധതികളെ തടയാൻ ആർക്കും കഴിയില്ലെന്നും നാം തിരിച്ചറിയണം. ഓരോ വിശ്വാസിയും തൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ലോകം നൽകുന്ന വ്യാജ സുരക്ഷിതത്വത്തേക്കാൾ വലിയ സമാധാനം അനുഭവിക്കാൻ സാധിക്കും കർത്താവിൻ്റെ കരങ്ങളിൽ. പാപവഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ നീതിയിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന ഈ വചനഭാഗം ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു. പ്രതിസന്ധികൾ പെരുകുമ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനായുള്ള കാത്തിരിപ്പിൽ ഈ പ്രവചനം നമുക്ക് വലിയൊരു മുന്നൊരുക്കത്തിൻ്റെ പാഠമാണ് നൽകുന്നത്. അന്ന് ബാബിലോണിൽ നിന്ന് തൻ്റെ ജനത്തെ മോചിപ്പിച്ചതുപോലെ ക്രിസ്തുവിലൂടെയുള്ള അന്തിമമായ വിമോചനത്തിനായി നാം ഒരുങ്ങിയിരിക്കണം. കർത്താവിൻ്റെ ന്യായവിധി വരുമ്പോൾ വിഗ്രഹങ്ങൾക്കും വിഗ്രഹാരാധകർക്കും രക്ഷയുണ്ടാകില്ലെന്നും ദൈവത്തെ ആശ്രയിക്കുന്നവർ സിയോനിൻ്റെ മഹിമ കാണുമെന്നും വചനം നമ്മെ ബോധ്യപ്പെടുത്തട്ടെ. അന്ത്യകാലത്തെ അടയാളങ്ങൾക്കിടയിലും പതറാതെ നിൽക്കാൻ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യവും വാഗ്ദാനങ്ങളും നമുക്ക് തുണയാകുന്നു. പ്രത്യാശ കൈവിടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും വരാനിരിക്കുന്ന സ്വർഗീയ മഹിമയ്ക്കായി ഒരുങ്ങാനും ഏശയ്യാ പ്രവാചകൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ കുറവുകളെ മാറ്റുന്നവനും നമ്മെ കൈപിടിച്ച് നടത്തുന്നവനുമായ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കണം. വരാനിരിക്കുന്ന നല്ല നാളുകളെക്കുറിച്ചുള്ള പ്രത്യാശയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഒരുമിച്ച് സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ട് മാറുന്നതിനായി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും എനിക്ക് ഒത്തിരി ആശ്വാസമാണ് എന്ന് നൽകുന്നത് എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെല്ലാവരും എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ കർത്തൃനാമത്തിൽ ഉറപ്പ് നൽകുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.